ഗുഡ് ഡേ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മൊഡ്യൂൾ ഫസ്റ്റാണ്, അതായത് റാൻഡം എക്സ്പെരിമെൻ്റാണ്. ഓക്കെ, അതായത് എക്സ്പെരിമെൻ്റ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റും രണ്ട് റാൻഡം എക്സ്പെരിമെൻറ്റും. ഓക്കെ, ഈ ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാൽ എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും. അതായത് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജൻ ചേർന്ന് വാട്ടർ ഉണ്ടാകും. അതെന്താണ്, എവിടെ ചെയ്താലും ഇത് തന്നെ ആയിരിക്കും. അതായത് കിട്ടുന്ന റിസൾട്ട് എന്താണ്? ഫിക്സ്ഡാണ്, ഒരിക്കലും അത് മാറാൻ പോകുന്നില്ല. പക്ഷേങ്കിൽ റാൻഡം എക്സ്പെരിമെൻറ്റിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എപ്പോഴും സെയിം ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു കോയിൻ എന്ത് ചെയ്യുന്നു? ടോസ് ചെയ്യുന്നു. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പം ഒന്നെങ്കിൽ എന്ത് കിട്ടാം? ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ എന്ത് കിട്ടാം? ടെയിൽ കിട്ടാം. അല്ലെങ്കിൽ ഡൈ ത്രോ ചെയ്യുന്നു, ഒന്നെങ്കിൽ 1 കിട്ടാം, 2 കിട്ടാം, 3 കിട്ടാം, അല്ലെങ്കിൽ 4 കിട്ടാം, 5 കിട്ടാം, 6 കിട്ടാം. അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തല്ല? സെയിം അല്ല. അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റിനെ പറഞ്ഞ പേരാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ഓക്കെ, അതായത് ദ ഔട്ട്കം നീഡ് നോട്ട് ബി സെയിം ഇൻ ഓൾ റെപ്പിറ്റേഷൻ. അതായത് ഔട്ട്കം, നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കത്തില്ല? യൂണീക്ക് ആകത്തില്ല. അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റ് പറഞ്ഞ പേരാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. വേറെ രീതിയിൽ പറഞ്ഞാൽ, അതായത് വിത്ത് മോർ ദാൻ 1 പോസിബിൾ ഔട്ട്കംസ്. അതായത് ഒന്നിൽ കൂടുതൽ എന്ത് കിട്ടാം? റിസൾട്ട് കിട്ടാം. അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ, ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഫസ്റ്റ് നമ്മൾ കിട്ടുന്ന റിസൾട്ട് ഹെഡായിരിക്കും അല്ലെങ്കിൽ ടെയിലായിരിക്കും എന്ന് ഫിക്സ്ഡായിട്ട് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ എന്തുണ്ട്? പോസിബിളായിട്ടുള്ള ഔട്ട്കംസ് ഉണ്ട്. അതിനെയാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഔട്ട്കം യൂണീക്ക് അല്ല. വേറെ രീതിയിൽ പറഞ്ഞാൽ ദ എക്സ്പെരിമെൻറ്റ് വിത്ത് മോർ ദാൻ 1 പോസിബിൾ ഔട്ട്കംസ്. ഓക്കെ, അതാണ് എന്ത്? റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ്, റാൻഡം എക്സ്പെരിമെൻ്റ് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ, ഇറ്റ് മേ ബി റിപ്പീറ്റഡ് എനി നമ്പർ ഓഫ് ടൈംസ് അണ്ടർ മോർ ഓർ ലെസ് സിമിലർ കണ്ടീഷൻ. അതായത് ചില എക്സ്പെരിമെൻ്റൊക്കെ, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു കെമിസ്ട്രി ലാബിൽ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റ്, ഒന്നെങ്കിൽ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പം ടെമ്പറേച്ചർ വേണമായിരിക്കാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറവ് വേണമായിരിക്കാം ആ എക്സ്പെരിമെൻറ്റ് ചെയ്യണമെങ്കിൽ. പക്ഷേ എങ്കിൽ ഈ റാൻഡം എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ നമുക്ക് എവിടെ വെച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇറ്റ് മേ ബി റിപ്പീറ്റഡ് എനി നമ്പർ ഓഫ് ടൈംസ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഒന്നിൽ കൂടുതൽ എന്തുണ്ട്? പോസിബിളായിട്ടുള്ള ഔട്ട്കംസ് ഉണ്ട്. പിന്നെ പറഞ്ഞാൽ നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യും തോറും ഔട്ട്കം എന്ത് ചെയ്യാൻ പറ്റും? വേരി ചെയ്യും. ഓക്കെ, അതാണ് എന്ത്? റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്. അത് എക്സാമ്പിൾ ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ കോയിൻ ടോസ് ചെയ്യുന്നു, ഒരു ഡൈ ത്രോ ചെയ്യുന്നു. ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? റാൻഡം എക്സ്പെരിമെൻറ്റ് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്തൊരു ടേമാണ് ഔട്ട്കം. ദ റിസൾട്ട് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് വിൽ ബി കോൾഡ് ആൻ ഔട്ട്കം. അതായത് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റിൽ കിട്ടുന്ന ആ റിസൾട്ടിനെ പറയുന്ന പേരാണ് ഔട്ട്കം. ഫോർ എക്സാമ്പിൾ, ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു? ഹെഡ് കിട്ടുന്നു. അങ്ങനെ ഹെഡാണ് എന്ത്? ഔട്ട്കം. അല്ലെങ്കിൽ ഒരു ഡൈ ത്രോ ചെയ്യുന്നു, നമുക്ക് കിട്ടുന്ന 6 ആണെങ്കിൽ 6 ആയിരിക്കും അതിൻ്റെ ഔട്ട്കം. ഓക്കെ, ദ റിസൾട്ട് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് പറഞ്ഞ പേരാണ് ഔട്ട്കം. അടുത്തതാണ് സാമ്പിൾ പോയിൻ്റ്, അല്ലെങ്കിൽ സിമ്പിൾ ഇവൻ്റ് എന്ന് പറയും, അല്ലെങ്കിൽ എലമെൻ്ററി ഔട്ട്കം എന്ന് പറയും. അതായത് ദ സിമ്പിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് എ സാമ്പിൾ പോയിൻ്റ്. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നത് എന്താണ്? ഹെഡാണ്. അപ്പോൾ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സാമ്പിൾ പോയിൻ്റാണ്. അതുപോലെ തന്നെ രണ്ട് ഡൈ ത്രോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 1, 3 ഒക്കെ എന്താണ്? അല്ലെങ്കിൽ 1, 1 ഒക്കെ എന്താണ്? സാമ്പിൾ പോയിൻ്റാണ്. അല്ലെങ്കിൽ 1, 2 ഒക്കെ എന്താണ്? സാമ്പിൾ പോയിൻ്റാണ്. ഓക്കെ, അല്ലെങ്കിൽ 2, 3 ഒക്കെ എന്താണ്? സാമ്പിൾ പോയിൻ്റാണ്. അത് സിമ്പിൾ ഔട്ട്കം, സിമ്പിൾ റിസൾട്ട് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻ്റാണ് സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് സാമ്പിൾ സ്പേസ്. അതായത് എല്ലാ സാമ്പിൾ പോയിൻറ്റിൻ്റെ സെറ്റിനെ പറഞ്ഞ പേരാണ്
സാമ്പിൾ സ്പേസ്, ദ സെറ്റ് ഓഫ് ഓൾ സാമ്പിൾ പോയിൻ്റ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. അതായത് റാൻഡം അല്ല, സെറ്റ് ഓഫ് ഓൾ സാമ്പിൾ പോയിൻ്റ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സാമ്പിൾ പോയിൻറ്റിൻ്റെയും സെറ്റിനെ പറയുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വരാം? ഹെഡ് വരാം, ടെയിൽ വരാം. അപ്പോൾ അതാണ് എന്ത്? ദ സെറ്റ് ഹെഡ് കോമ ടെയിലാണ് എന്ത്? സാമ്പിൾ സ്പേസ്. അതുപോലെ തന്നെ ഡൈ ത്രോ ചെയ്യുന്നു. ഡൈ ത്രോ ചെയ്യുമ്പം നമുക്ക് എന്ത് വരാം? ഇതൊക്കെ വരാം. 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. അതായത് ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സാമ്പിൾ പോയിൻറ്റ്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ സാമ്പിൾ പോയിൻറ്റ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻ്റ് പറഞ്ഞ പേരാണ് സാമ്പിൾ സ്പേസ്. ഓക്കെ, ഈ സാമ്പിൾ സ്പേസ് എന്താവാം? ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആകാം. സാമ്പിൾ സ്പേസ് ഡിസ്ക്രീറ്റ് ആണെന്ന് പറയണമെങ്കിൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സാമ്പിൾ പോയിൻറ്റ്സ് വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റണം, എണ്ണം പറ്റണം. നമുക്ക് ഡൈ ത്രോ ചെയ്യുന്നു, നമ്പർ നോട്ട് ചെയ്യുന്നു. അപ്പം സാമ്പിൾ സ്പേസ് എന്തൊക്കെ വരാം? 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ഓക്കെ, ഇതെന്താണ്? ഫൈനൈറ്റ് ആണ്. നമുക്കതുപോലെ തന്നെ കൗണ്ട് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ ഈ സാമ്പിൾ സ്പേസ് എന്താണ്? ഡിസ്ക്രീറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, ടിൽ ദ ഹെഡ് ടേൺസ് അപ്പ്. ഹെഡ് കിട്ടുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോയിൻ ടോസ് ചെയ്യുന്നു. അപ്പം സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ആദ്യം എന്ത് ചെയ്യാം? ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ എന്തൊക്കെ വരാം? ആദ്യം ടെയിൽ വരാം, പിന്നെ ഹെഡ് വരാം. മൂന്നാമത് ആദ്യം ടെയിൽ, പിന്നെയും ടെയിൽ, പിന്നെ ഹെഡ്. ഓക്കെ, പിന്നെ അടുത്തത് ടെയിൽ, ഹെഡ്, അങ്ങനെ പോകും. ഇവിടെ ആണെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പറാണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ട് ചെയ്യാൻ പറ്റും. സോ ഇതും എന്താണ്? ഡിസ്ക്രീറ്റ് ആണ്. ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസ് ആണ്. ഓക്കെ, അത് ഡിസ്ക്രീറ്റ് എന്നെങ്കിൽ ഒന്നിക്ക് എന്തായിരിക്കണം? ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ കൗണ്ടബിളി എന്താണ്? ഇൻഫൈനൈറ്റ് നമ്പർ, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റണം. ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്യാം, ഹെഡ്, ടെയിൽ, ഹെഡ് നമുക്ക് കൗണ്ട് ചെയ്യാൻ, എണ്ണാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസ്. അടുത്തെന്ന് പറയുന്നത് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് പോയിൻ്റ് ആയിരിക്കും. അതായത് ഒരു നമ്പർ, അതായത് 0യും 1, ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു നമ്പർ സെലക്ട് ചെയ്യുക, പിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ ഒരുപാട് ഡെസിമൽ പോയിൻറ്റ്സ് വരാം. അതായത് 0.1, അല്ലെങ്കിൽ 0.001, അല്ലെങ്കിൽ 0.005. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലേ പറയാൻ പറ്റൂ. അതായത് 0യ്ക്കും 1നും ഇടയിലായിരിക്കും ആ പോയിൻ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മനസ്സിലായോ? സാമ്പിൾ സ്പേസ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് എന്ന് പറയണമെങ്കിൽ ആ സാമ്പിൾ പോയിൻ്റ് ഒരു പർട്ടിക്കുലർ ഇൻ്റർവെലിന് ഇടയിലായിരിക്കും. അല്ലാതെ നമുക്ക് കൗണ്ട് ചെയ്ത് പറയാൻ പറ്റത്തില്ല. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണ് 0യ്ക്കും 1നും ഇടയിൽ ഒരു നമ്പർ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക, റാൻഡമായിട്ട് സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പം നമുക്കൊരിക്കലും സാമ്പിൾ സ്പേസ് പറയാൻ പറ്റില്ല. 0 അല്ലെങ്കിൽ 0.1, 0.05 അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? 0യ്ക്കും 1നും ഇടയ്ക്കാണ് ഈ നമ്പർ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇനി 0യ്ക്കും 1നും ഏത് നമ്പരും വരാം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കേസിൽ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അതാണ് റൈറ്റ് ഡൗൺ ദ സാമ്പിൾ സ്പേസ് ത്രോയിങ് 2 ഡൈസ് സൈമിൾട്ടേനിയസ്ലി. 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസ് എന്തൊക്കെ വരാം? 1 വരാം, 1 2 വരാം, 1 3 വരാം, 1 4 വരാം. ഓക്കെ, 1 5 വരാം, 1 6 വരാം. അതായത് സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സാമ്പിൾ പോയിൻറ്റിൻ്റെ പറഞ്ഞ പേരാണ് സാമ്പിൾ സ്പേസ്. ഓക്കെ, അപ്പം 4 2 വരാം, 4 3 വരാം, 4 4 എക്സെട്ര 6 5 6 5. ഓക്കെ, ഇതാണ് 2 ഡൈ ത്രോ ചെയ്യുമ്പോഴുള്ള സാമ്പിൾ സ്പേസ്. അടുത്താണ് റൈറ്റ് ഡൗൺ ദ സാമ്പിൾ സ്പേസ് ടോസ് 2 കോയിൻസ്. 2 കോയിൻസ് ഒരുമിച്ച് നമ്മൾ ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ വരാം? ഒന്നുകിൽ രണ്ടും ഹെഡ് വരാം, 2 കോയിൻ ഹെഡ് വരാം, അല്ലെങ്കിൽ ഒന്ന് ടെയിലും മറ്റേത് ഹെഡ് വരാം, അല്ലെങ്കിൽ ഒന്ന് ഹെഡും മറ്റേത് ടെയിലും വരാം. ഇത് കോമ ഇടാൻ പാടില്ല. ഓക്കെ, അടുത്തത് 2 ടെയിൽ വരാം. അപ്പോൾ ഇതാണ് 2 കോയിൻ ത്രോ ചെയ്യുമ്പോഴുള്ള സാമ്പിൾ സ്പേസ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കിയത് എന്താണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയുമ്പം ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ്, ഒന്നിൽ കൂടുതൽ റിസൾട്ട് ഉണ്ട്.
എന്താ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഒന്നിൽ കൂടുതൽ റിസൾട്ട് വരികയാണെങ്കിൽ അത് റാൻഡം എക്സ്പെരിമെൻ്റ് ആയിരിക്കും. ഒരിക്കലും ഔട്ട്കം എല്ലാ റെപ്പറ്റീഷനും എന്താവണമെന്നില്ല, സെയിം ആവണമെന്ന് ഇല്ല. അതിൻ്റെ ഫോളോയിങ് ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. എക്സാമ്പിൾ കോയിൻ ടോസ് ചെയ്യുന്നു, ത്രോയിങ് എ ഡൈ. പിന്നെ ഔട്ട്കം എന്ന് പറയുന്നത് റാൻഡം എക്സ്പെരിമെൻ്റ് റിസൾട്ടിനെ പറയുന്ന പേരാണ് ഔട്ട്കം. സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻ്റ് പറഞ്ഞ പേരാണ് സാമ്പിൾ പോയിൻ്റ്. അതുപോലെ തന്നെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എല്ലാ സാമ്പിൾ പോയിൻറ്റിന് സെറ്റിനെ പറഞ്ഞ പേര്, സെറ്റ് ഓഫ് ഓൾ സാമ്പിൾ പോയിൻറ്റിനെ പറഞ്ഞ പേരാണ് സാമ്പിൾ സ്പേസ്. അതിന് ഡിനോട്ട് ചെയ്യുന്നത് എസ് ആയിട്ടാണ്. സാമ്പിൾ സ്പേസ് 2 ടൈപ്പ് ഉണ്ട്, ഡിസ്ക്രീറ്റും ഉണ്ട്, കണ്ടിന്യൂസും ഉണ്ട്. ഓക്കെ.